ചുമ്മാ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് കഴിക്കാനാണ്. ലക്ഷദ്വീപിൽ എവിടെ പോയി കഴിഞ്ഞാലും കാണാൻ പറ്റുന്നതാണ് ഇതുപോലെ മാസ് ഇവിടെ ലഭ്യമാണ്. ചൂര പ്രോസസ്സിങ് മാസല്ലേ ചൂര. ചൂര ഉണക്കിയിട്ട് അച്ചാറിടാൻ വേണ്ടി ഉണക്കുന്നതാണ്. നിങ്ങൾ ജോലി ചെയ്തോ, ഞാനും ജസ്റ്റ് എടുക്കുന്നുള്ളൂ. ഇതെല്ലാം ഫ്രഷ് ചൂരയാണോ? ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇടുന്നു. എത്ര ദിവസം ഉണക്കം ഇടും? 3-4 ദിവസം ഉണക്കം ഇടും. എന്നിട്ട് ഇതാ ഇതുപോലെ സംഭവം എന്താ അത് എന്തോ. അതിനുശേഷം അടുത്തെന്ത് പരിപാടി? ഇതിലോട്ട് ഇടുന്നത് വേസ്റ്റ് നോക്കി കളയാനാണല്ലേ? അച്ചാറുണ്ടാക്കുന്ന ഇവിടെ വെച്ചെന്നെ. ടൂണ മാസ്. ഇവിടെ 3-4 ദിവസമായിട്ട് അപ്പുറത്തെടുത്തോ. ഇത് എത്ര ദിവസമായത്? എല്ലാം കൂടെ ഒരുമിച്ച് ഇടണ തന്നെയാണ് അല്ലേ? ചൂര അച്ചാർ മാസ്. ചൂര അച്ചാർ ലക്ഷദ്വീപിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം. ലക്ഷദ്വീപ് മാലിയിലൊക്കെ ഫേമസ് തന്നെയാണ്. ഡ്രൈ ഫിഷ്, ഉണക്കമീൻ, കരുവാടെന്നും പറയും ട്രിവാൻഡ്രത്ത്. ഇവിടെ എന്തെന്ന് പറയും ഡ്രൈ ഫിഷിന്? മാസ് എന്ന് പറയാം. ഇതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞാ? എല്ലാം ഉണങ്ങിക്കഴിഞ്ഞ സാധനങ്ങളൊക്കെ ആണെങ്കിൽ എടുത്ത് മാറ്റുന്നു. അതാണ് സംഭവം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ചാറൊക്കെ എങ്ങനെ കിലോ റേറ്റ്? മാസ് കറി വെക്കാൻ വേണ്ടി ഇത് സംഭവം എടുക്കും. ഇതിൽ നിന്നാണ് അച്ചാറുണ്ടാക്കുന്ന. ഇത് വെച്ചിട്ട് തന്നെയാണ് ചൂര വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിനെ പറയണ മാസ് അച്ചാർ എന്ന് പറയുമോ? ചൂര അച്ചാർ എന്ന് പറയും. ചൂര വെച്ചിട്ട് കറി ഉണ്ടാക്കുന്നതിന് മാസം എന്ന് പറയുമോ? കറി ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതിന് മാസം എന്ന് പറയും. ഓക്കെ, അതാണ് സംഭവം. മനസ്സിലായി. ചൂരക്കരുവാടാണ് സംഭവം. ഇതാ കാണുന്നുണ്ടോ? മുതലാളി തിരിഞ്ഞിരിക്കുന്നു.